ഒരു ഭരണകൂടം പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിച്ചില്ല. ഇന്ന് കോളേജിലെ ഹോസ്റ്റലിൽ മുഴുവൻ ഡ്രഗ്സ്, ചെറുപ്പക്കാരായ കുട്ടികൾ മുഴുവൻ ഡ്രഗ്സ് ഉപയോഗിക്കുന്നു. ഇത് തടയാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ കേരളത്തിലെ പുതിയ തലമുറ എവിടെ എത്തുമെന്ന് എനിക്ക് ആശങ്കയുണ്ട്. സിനിമയെ മാത്രമൊന്നുമല്ല, ലേഡീസ് ഹോസ്റ്റലുകളിൽ നമ്മൾക്കൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത നിലയിലാണ് ഇപ്പോൾ ലഹരിയുടെ വ്യാപനം. ഈ ലഹരിക്കെതിരെ സമരം ചെയ്യുന്നതോടൊപ്പം തന്നെ പുതിയ ബ്രൂവറിയും ഡിസ്റ്റിലറിയും ബോട്ടിലിംഗ് യൂണിറ്റും അനുവദിച്ചു കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞത്, നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം കൂടി ജനങ്ങളെ വിലയിരുത്തും. കേരളത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം പുതിയ ബ്രൂവറി തുടങ്ങുകയാണോ, ഡിസ്റ്റിലറി തുടങ്ങുകയാണോ, ബോട്ടിലിംഗ് പ്ലാന്റ് തുടങ്ങുകയാണോ? അല്ലല്ലോ, ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഇവിടെ ലഹരിയെ പരിപൂർണമായും നിയന്ത്രിക്കാൻ ഗവൺമെൻറ് ശ്രമിക്കണം. ഗവൺമെൻറ് ഉദ്ദേശശുദ്ധി ശരിയാകണം, എങ്കിലും മാത്രമേ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഞാൻ ആഭ്യന്തരമന്ത്രി ആയതുകൊണ്ട് ആ കാലഘട്ടത്തിൽ പോലീസ് വന്ന് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ചെറിയ അണലി കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഡ്രഗ്സ് അടിച്ചിട്ട് ഏൽക്കുന്നില്ലെങ്കിൽ ഈ അണലി കുഞ്ഞുങ്ങളെ കൊണ്ട് നാക്കെ കൊത്തിക്കും. ഇവിടെ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മളൊക്കെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഇത് കേട്ട്. പൊട്ടിട്ടുണ്ട് വരുന്ന ആ പൊട്ട് ഇതിൻ്റെ ഭാഗമാണ്. നാക്കിനടിയിൽ സ്റ്റാമ്പ് പോലുള്ള സാധനങ്ങൾ, കയ്യിലൊട്ടിക്കുന്ന പ്ലാസ്റ്ററുകൾ. നമ്മൾ വിചാരിക്കും പ്ലാസ്റ്ററാണോ? അല്ല, അത് ലഹരിയാണ്. അപ്പം ഇങ്ങനെയുള്ള ഇന്ത്യക്ക് പുറത്തു നിന്നും ഇന്ത്യക്ക് അകത്തുനിന്നും ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ വരുമ്പോൾ അതിനെ ശക്തമായി നിയന്ത്രിക്കുക. ഈ ആലപ്പുഴയിൽ കഴിഞ്ഞ 6 മാസം മുമ്പ് ഒരു ലോഡ് അനധികൃത നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വന്നു. അത് പിടിച്ചു എന്നുള്ള വാർത്തയല്ല, പിന്നെ അത് എന്ത് ചെയ്തു എന്ന് ആരും അറിയുന്നില്ല. അവിടെയൊക്കെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുന്നു. ഞാൻ ഈ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ ഇടപെടൽ ഞാൻ സമ്മതിച്ചിരുന്നില്ല. ഓപ്പറേഷൻ കുബേര ഞാൻ ആരംഭിച്ചൊരു പരിപാടിയാണ്. പാവപ്പെട്ട ആളുകളെ ഈ കൊള്ളപ്പലിശക്കാർ നടത്തുന്ന ക്രൂരമായ പീഡനം, ചൂഷണം, ഞാൻ ഒരു ഇടപെടലും ഞാൻ സമ്മതിച്ചിരുന്നില്ല. ഇതിനകത്ത് രാഷ്ട്രീയ ഇടപെടലിന് അവസരം കൊടുക്കാതെ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ വൻകിട ഹോട്ടലുകൾ നമുക്കറിയാം എവിടെയാവുന്നു. ഇതിൻ്റെ പ്രഭകവേന്ദ്രം പോലീസിന് അറിയാം. പോലീസ് ആക്ട് ചെയ്യണം. പോലീസ് ആക്ട് ചെയ്തിരുന്നെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ഇതിൻ്റെ പേര് അറക്കാമായിരുന്നു. അപ്പോൾ വളരെ കൂടുതലാണ്. സിനിമ മാത്രമല്ല, എല്ലായിടത്തും എല്ലാ മേഖലയും, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകൾ വ്യാപകമായ തോതിൽ ഉപയോഗിക്കുകയാണ്. അതിനെതിരായ ശക്തമായ ഒരു ഭാഗത്തൂടെ ബോധവൽക്കരണം, അതുകൊണ്ട് മാത്രമായില്ല, ശക്തമായ നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഒപ്പം തന്നെ ഈ യുവജന സംഘടനകൾ, ഇപ്പോൾ DYFI പോലെയും യൂത്ത് കോൺഗ്രസ് പോലെയുള്ള ശക്തമായ കേരളത്തിൽ സ്വാധീനമുള്ള സംഘടനകൾക്ക് ഈ കാര്യത്തിൽ കുറച്ചുകൂടെ ഒരു ജാഗ്രത പാലിക്കാം. പലപ്പോഴും അത് ഇനിഷ്യേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ വേണ്ടത്ര ഫലം കാണുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ആ അവസ്ഥകളിലൊക്കെ സാറ് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ടോ അതിനെപ്പറ്റി? തീർച്ചയായിട്ടും ഉണ്ട്. അത് ചെറുപ്പക്കാരുടെ സംഘടനകളെല്ലാം ഈ കാര്യത്തിൽ ശക്തമായ ബോധവൽക്കരണ പ്രവർത്തനം നടത്തുകയും ആളുകളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും വേണം. ഇത് അഡിക്റ്റായിട്ടുള്ള ആളുകളെ പിന്തിരിപ്പിച്ച് അവരെ നമ്മൾ ശരിയായ നിലയിലേക്ക് കൊണ്ടുവരണം. ഡീഹൈഡ്രേഷൻ സെൻ്ററുകൾ ഉൾപ്പെടെയുള്ളത് ആരംഭിച്ച് തിരികെ കൊണ്ടുവരണം. അതിന് കൂടുതൽ കഴിയുന്ന ചെറുപ്പക്കാരുടെ സംഘടനകൾക്കാണ്. അവരത് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈസ്റ്റർ, ഇപ്പം ഇന്ന് ദുഃഖവെള്ളിയാണ് നമ്മൾ സംസാരിക്കുന്ന ദിവസം. ഇപ്പോൾ അടുത്ത ദിവസം കഴിഞ്ഞ് ഈസ്റ്ററാണ്. ഈ രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ആഘോഷം മാത്രമല്ല, ആഘോഷിക്കേണ്ടതും എല്ലാ ആഘോഷത്തിലും പങ്കുചേർന്നേ പറ്റൂ, മാനസികമായി തന്നെ അതിനകത്ത് പങ്കെടുത്തേ പറ്റൂ. അപ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ ഒരു ജീവിത രീതിയായിരിക്കും തുടരുക. പക്ഷേ ചെറുപ്പത്തിൽ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും എപ്പം മുതലാണ് എല്ലാവരുടെയും ആഘോഷത്തിൻ്റെ ഭാഗമാവണം എന്നുള്ളൊരു മനസ്സ് രൂപപ്പെട്ടത്? നമ്മൾ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ എല്ലായിടത്തും നമ്മളെല്ലാം ഇടതുനിന്ന് ജീവിക്കല്ലേ. എല്ലാ സമൂഹത്തിൽപ്പെട്ട ആളുകളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമല്ലേ. അപ്പോൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത് നമ്മളെ വിളിക്കുന്നില്ലേ ഈസ്റ്റർ അല്ലേ? ചെറിയ പെരുന്നാൾ വരുമ്പോൾ നമ്മളെ വിളിക്കുന്നില്ലേ? വിഷു വരുമ്പോൾ നമ്മളെ വിളിക്കുന്നില്ലേ? അപ്പം അങ്ങനെ ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായും നമ്മളിതിൻ്റെയൊക്കെ ഭാഗമായി മാറും. പക്ഷെ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ പലപ്പോഴും ഇതൊക്കെ ചിലയിടത്തൊക്കെ നമ്മൾ ചില ആൾക്കാരോട് കുറച്ച് കൂടുതൽ അടുത്ത് നിന്നോ ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെയില്ല. നമ്മളെ വിളിച്ചാൽ അങ്ങനെയുള്ള സമയത്തെല്ലാം നമ്മൾ പോകണം. എല്ലാവരുമായിട്ട് ഒരുമിച്ച് പോകണം. അതാണ് ആവശ്യം. അത് മനസ്സുകൊണ്ട് തന്നെയാണോ നമ്മൾ പങ്കെടുക്കുന്നത്? അതേ നമ്മൾ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് പോലെ? അല്ലല്ല, മനസ്സുകൊണ്ട് തന്നെയാണ്. മനസ്സുകൊണ്ട് ഞാൻ പങ്കെടുക്കുന്നതല്ല, മനസ്സ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ അവരുടെ ഒരു വികാരത്തെ കൂടി റെസ്പെക്ട് ചെയ്തുകൊണ്ട് കൂടിയാണ്.
അപ്പോൾ ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ അവരുടെ വികാരത്തെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് നമ്മളവിടെ എത്തുന്നത്. അല്ലാണ്ട് നമ്മളാരും കാണിക്കാൻ വേണ്ടിയല്ല. അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ കൂടെ അവരുടെ കൂടെ ഒപ്പം പങ്കുചേരുക, അവരിൽ ഒരാളായി മാറുക എന്നുള്ളതാണ്. ഈ പിള്ളേരുടെ പുതിയ വാക്കുകളൊക്കെ പഠിക്കാറുണ്ട്. ഇപ്പോൾ തഗ് പറയുക എന്ന് പറയുന്നത് ഒരു സ്ഥിരം സ്വഭാവമാണ്. ഇപ്പോൾ സംസാരത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തഗ് പറയുന്നത് ഒരു സൗഹൃദ സംഭാഷണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ തഗ് പറഞ്ഞില്ലെങ്കിലാണ് നമുക്ക് എന്തോ ഒരു വിരോധം ഉണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു തഗ് കേൾക്കുമ്പോൾ എങ്ങനെയായി പ്രതികരിക്കുക? അല്ല, അതിപ്പോൾ നമ്മൾ അവരോട് വലുതായിട്ട് ഇടപെടാത്തതുകൊണ്ട് അറിയത്തില്ല. അല്ല, എങ്കിലും ഈ എന്താ പറയുക, പുതിയൊരു കാലഘട്ടവും അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ടല്ലോ. പിള്ളേരെ നമ്മൾ അഡ്രസ്സ് ചെയ്യണമല്ലോ. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ അവർ കാണുന്ന കാർട്ടൂണുകൾ നമുക്ക് അറിഞ്ഞുകൂടായിരിക്കും. നമുക്കിപ്പോൾ ടോം ആൻഡ് ജെറിയൊക്കെ ഒരേ അറിയായിരിക്കും. അതിനുശേഷമുള്ള ഇതിപ്പോ ഈ ഇളയ മോനുള്ളതുകൊണ്ട് അവന് ഈ കാർട്ടൂണെല്ലാം വെക്കാറുണ്ട്. അതെ. അപ്പോൾ അവരോട് ചോദിച്ചു മനസ്സിലാക്കുമോ ഇതൊക്കെ എന്തൊക്കെയാണ്? അതെല്ലാം അറിയാം. 4 വയസ്സേ ഉള്ളൂ, ഇതെല്ലാം അറിയാം. ഒറ്റയ്ക്ക് സംസാരിക്കേണ്ടോ അല്ലെങ്കിൽ അയാളോട് സംസാരിക്കേണ്ട സമയത്തൊക്കെ എങ്ങനെയാ ചോദിക്കുക? അതപ്പോ അവൻ പറയണമെങ്കിൽ കുറച്ചൊരു നമ്മളൊരു കളത്തരമൊക്കെ കാണിക്കാൻ പറയല്ലേ? ഇങ്ങോട്ട് തന്നെ പറഞ്ഞോളൂ. എല്ലാം ഇങ്ങോട്ട് പറഞ്ഞോളൂ അല്ലേ? നമ്മള് ചോദിക്കണ്ട, അവന്റെ ഇഷ്ടങ്ങളൊക്കെ ഇങ്ങോട്ട് പറയുകയൊക്കെ ചെയ്യും. പറയും അവരുടെ ക്യാരക്ടേഴ്സിനെ പറ്റിയൊക്കെ പറയുന്നത്. അവര് കാണുന്ന സിനിമയൊക്കെ ഒരുമിച്ചിരിക്കോ? ഇരിക്കാറുണ്ട്. എപ്പോഴും TV കാണണമെന്നും പറഞ്ഞിട്ട് ഇവിടെ അടിയാ. റിമോട്ടിന് അടിയുണ്ടോ എല്ലാവരും തമ്മില്? ഇവര് തമ്മിൽ അടിയാ. ന്യൂസ് വെക്കണം എന്നും പറഞ്ഞിട്ട് കാർട്ടൂൺ വെക്കണം. പക്ഷെ അവൻ ന്യൂസ് വെച്ച് തരും. ഒരു പ്രതിപക്ഷ ബഹുമാനം വന്നോളൂ. ഈ പ്രതിപക്ഷ നേതാവിന്റെ ഒരു ജോലി എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. പക്ഷെ കഴിഞ്ഞ ടൈമിൽ അത്യാവശ്യം പ്രതിപക്ഷ നേതാവായിട്ട് വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരാനും അത് കൃത്യമായി നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊരു, എനിക്ക് തോന്നുന്നു VS അച്യുതാനന്ദന് ശേഷം പിന്നെ നമ്മൾ ഈ പ്രതിപക്ഷ നേതാവിൽ കുറച്ചുകൂടെ ഒരു പ്രതീക്ഷ അർപ്പിക്കുന്ന ലെവലിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അത് ഇലക്ഷനിൽ പ്രതിഫലിച്ചില്ല. അതിന് പല കാരണങ്ങളുണ്ടാവും. പക്ഷെ ഇവിടെ നോക്കുന്നത് ഏറ്റവും വലിയ ജോലി പ്രതിപക്ഷ നേതാവിന്റെ ജോലിയല്ലേ സത്യത്തിൽ? തീർച്ചയായിട്ടും. സർക്കാരിന്റെ ഓരോ കുറ്റങ്ങളും കണ്ടുപിടിച്ച് പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ തന്നെ ഏതാണ്ട് ഒരു 9 ഇഷ്യൂസ് അഴിമതി അത് ഞാൻ പുറത്തു കൊണ്ടുവന്നു. അതിൻ്റെ എല്ലാം പിന്നിൽ എത്ര മനുഷ്യാധ്വാനമുണ്ട്, എത്ര പ്രയാസപ്പെട്ടാണ് ഇതെല്ലാം കണ്ടെത്തുന്നത്. രേഖകളുടെ പിൻബലമില്ലാതെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. സത്യമല്ലാത്തൊരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഗവൺമെന്റിന് ഈ 9 കാര്യത്തിനും തിരികെ പോകേണ്ടി വന്നു, U-turn അടിക്കേണ്ടി വന്നു. പക്ഷെ ഈ രേഖകൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസ്ത കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് നമുക്കത് കിട്ടണം. അതൊരു വലിയ പ്രോസസ്, വലിയ പാടാണ്. എന്നിട്ട് അത് നമ്മൾ വിശ്വസിക്കണം. ഇപ്പോൾ വാർത്താസമ്മേളനം നടത്തുമ്പോൾ നമ്മൾ വീണു പോകരുത് എന്നുള്ളതും ഉണ്ട്. അതൊക്കെ ഭയങ്കര ബുദ്ധിപരമായി ചെയ്യേണ്ട കാര്യം. അങ്ങനെ ചെയ്തത്, അങ്ങനെ കിട്ടിയത് കൊണ്ടാണല്ലോ ഗവൺമെന്റ് പിന്നോട്ട് പോകേണ്ടി വന്നത്. 9 കേസുകളിലും പിന്നോട്ട് പോകേണ്ടി വന്നു. അപ്പൊ പ്രതിപക്ഷ നേതാവിന്റെ ജോലി എന്താണ്? സർക്കാരിനെ തിരുത്തിക്കാനുള്ളതാണ്. ആ കാര്യത്തിൽ 9 കാര്യത്തിൽ ഞാൻ സർക്കാരിനെ തിരുത്തിക്കുകയുണ്ടായി. അപ്പൊ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് സർക്കാരിനെ തിരുത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ ലീഡർ ഓഫ് ഓപ്പോസിഷന്റെ ചുമതല എന്ന് പറയുന്നത്.